എന്റെ ഭാര്യയും മക്കളും അടങ്ങുന്ന ഒരു കൊച്ചു ലോകം. അതാണ് എന്റെ കുടുംബം. കളവന് നല്ല ഉന്നമില്ലാത്തോണ്ട് ചത്തില്ല. കുറച്ചു കാലമായി നിങ്ങളൊക്കെ അഭിസംബോധന ചെയ്യണമെന്ന് ആഗ്രഹം തുടങ്ങിയിട്ട്. സ്വർണം കല്യാൺ ജ്വല്ലേഴ്സിൽ നിന്ന് എടുക്കണം. കല്യാൺ ജ്വല്ലേഴ്സ് തൊടുപുഴയിലുണ്ടല്ലോ. അതിഥിയിലേക്ക് ക്ഷണിക്കപ്പെടാതെ ഒരു അതിഥിയുണ്ട്. ഞങ്ങളുടെ കുടുംബം ശിഥിലമാക്കാൻ കെൽപ്പുള്ളൊരു അതിഥി. കല്യാൺ ജ്വല്ലേഴ്സ്. അല്ല സർ, ഈ ഹോസ്പിറ്റലിൽ പ്രൊഡ്യൂസർ കമ്പനിക്ക് ഒരു ഇൻവെസ്റ്റ്മെന്റ് ഉള്ളതാണ്. ഓ, ഒരു പരസ്യം. ണമെന്നറിയാതെ നിന്ന വെപ്രാളത്തിൽ പറ്റിയ ചെറിയൊരു കയ്യബദ്ധം. ഇനി ഒരിക്കലും തിരിച്ചു വരില്ല എന്ന ഉറപ്പോടെ എന്നേക്കുമായി ആ അതിഥിയെ ഞങ്ങൾ മടക്കി അയച്ചു. അടിച്ച് ടൈറ്റായിട്ട് വന്നേക്കാണ്. കണ്ണൊക്കെ ഇരിക്കണുണ്ട് ചോക ചോകാന്ന്. പിന്നെ നമ്മൾ രണ്ടുപേരും അല്ലാതെ വേറൊരാൾ അറിയരുത്, മനസ്സിലായോ? ഞാൻ ആരോടും പറയില്ല. നിങ്ങളുടെ വാറ്റിയ ചാരായം എടുത്ത് വെച്ചിട്ടുണ്ട്. എപ്പോഴായിരുന്നു? 1 മണിക്കൂർ മുമ്പ്. ഇപ്പോഴും എന്റെ വിറയിൽ മാറിയിട്ടില്ല ജോർജ്. കുറച്ചു കാലമായി പറയില്ല. ഞാൻ ഇത്ര നേരം പൊട്ടന്റെ മുമ്പിൽ ശങ്കൂന്നിരുന്ന. അപ്പൊ നീ എനിക്ക് പുല്ലുവിലൂടെ തരുന്നത്. പുല്ലുവില പേടിപ്പിക്കാടാ. അല്ല, നീ ആരാണെന്ന് നിന്റെ വിചാരം? കളിക്കാൻ അറിയാവുന്നവന്റെ കൂടെ നീ കളിച്ചിട്ട് ഞാൻ എന്ത് ചെയ്യും? എന്റെ എത്ര കളി കണ്ടിട്ടുള്ളതാ നീ. ഒടുക്കത്തെ ലക്ഷത്തിൽ ഒന്നേ കാണും ഇതുപോലൊരു ഐറ്റം. കൈ കിട്ടിയെടുത്ത് ഒരുത്തനെങ്കിലും അടിച്ചു വീഴ്ത്തുന്നടാ. പട്ടിയെ പോലെ അവന്മാരെ തല്ലും കൊണ്ട് വന്നിരിക്കുക. ആ പേടിത്തുറമാരെ എന്നെ താഴെ നിർത്തിയാൽ എനിക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? വായുവിൽ നിർത്തി വോളിബോൾ കളിയായിരുന്നില്ലേ? എന്നെ കൊന്നാലും നിനക്കൊന്നും കിട്ടില്ലടാ. സമ്മതിച്ചേ? ആണല്ലോ. സംഭവം അല്ലേ? വേറെ ആരും ഇല്ലെങ്കിൽ തീർത്തിട്ട ഞാൻ അകത്ത് പോകണടാ. എന്നെ കൊല്ലാ ജോർജ് കുട്ടി, ഞാൻ എല്ലാം പറയാം. എന്റെ ശരീരം കളയണ്ട. ദിവസമാരന്റെ മുമ്പിൽ വരും, അന്ന് ഞാൻ കാണിച്ചു കൊടുക്കണ്ട്. എക്സ്റേയില് വേറെ പ്രശ്നമൊന്നുമില്ലല്ലോ. വാരിയലിന് കുഴപ്പമൊന്നുമില്ല. ഏത് വാരിയല്ലേ? സംഭവ സ്ഥലത്തുനിന്ന് വാരിയെടുത്തില്ലേ, അതിന് കുഴപ്പമൊന്നുമില്ല. ശ്രേയോ എന്താ ഇവിടെ? ഇത് എന്റെ വീടാ. എന്താ ഇവിടെ? ആ ജീപ്പിന്റെ റേഡിയേറ്റർ ഒന്ന് ചൂടായി, അപ്പൊ വെള്ളം എടുക്കാൻ വേണ്ടി കയറിയതാ. ഞാൻ വെള്ളം കൊടുത്തിട്ട് ഇപ്പൊ വരാമേ. കണ്ടപ്പോ ഞാൻ വിചാരിച്ചു ഏതോ കൊമ്പത്തെ ആയിരിക്കുന്നു. വീണയ്ക്ക് ഒരു ബക്കറ്റ് സ്റ്റാർ എന്ന് പറഞ്ഞൊരു മീം വന്നിട്ടുണ്ട്, കണ്ടായിരുന്നോ? 2-3 സീനിൽ ബക്കറ്റും പിടിച്ചു നിൽക്കുന്നു. ദുരന്ത കഥയാണ്. എല്ലാവർക്കും സന്തോഷമായല്ലോ? എനിക്ക് സന്തോഷമായി. എല്ലാവർക്കും